വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖത്തിലൊക്കെ തന്നെയാണ് കേട്ടോ. എങ്കിലും എൻ്റെ ഹെൽത്ത് അത്ര കണ്ട് ഓക്കെ ആയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. രാവിലേക്ക് ആകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. BP ഒക്കെ ലോ ആയാലും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ചൂട് കൂടിയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ ലച്ചുവിൻ്റെ കോളേജിൽ PTA മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പോകാനൊന്നും വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. ബസ്സിൽ വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് 1:30 മണിക്കാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 12 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല പൊരി വെയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിൽ വന്ന് ആറ്റിങ്ങിൽ സ്കൂട്ടറൊക്കെ വെച്ചിട്ട് KSRTC ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. നമുക്ക് ആ ഒരു സമയമായി 12 മണി സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. ഫാസ്റ്റിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. ഡോറിൻ്റെ സൈഡിലാണ് കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ ആകെപ്പാടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ വെയിലത്ത് ചൂട് കാറ്റും റോഡിൽ പണി നടക്കുന്നതുകൊണ്ടുള്ള പൊടിക്കാറ്റുണ്ടല്ലോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാനാണെങ്കിൽ മാസ്ക് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. 2 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ട്. റോഡിൻ്റെ പണി നടക്കുന്നത് കാണുന്നില്ല, എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ. റോഡിൻ്റെ പണിയൊക്കെ ഇനി എന്ന് തീർന്ന് നല്ലതാവുമെന്ന് അറിയത്തില്ല. കുറച്ചധികം സമയം വേണം. കാരണം ഇങ്ങനെ ചുറ്റിക്കറങ്ങി പൊടിയൊക്കെ അടിച്ച് റോഡിൻ്റെ പണിയൊക്കെ തീരുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് നമുക്ക് എത്തേണ്ടടുത്ത് എത്താനൊക്കെ പറ്റും എന്നാണ് വിചാരിക്കുന്നതല്ല, എത്താൻ പറ്റും. കാരണം നല്ല സ്മൂത്ത് ആവുമല്ലോ അപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ്സൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു ഓട്ടോ പിടിച്ചിട്ട് ലച്ചുവിൻ്റെ കോളേജിലേക്ക് പോവുകയാണേ. അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ ഈ വെയിൽ കൊള്ളണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരു ഓട്ടോയിൽ പോകാനുണ്ടോ. 30 രൂപയുടെ പോയിൻ്റാണ്. പക്ഷേ അവർ 40 രൂപ വാങ്ങിയിട്ടാ നമ്മളിന്ന്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുറച്ച് റോഡ് അവിടെ കുറച്ച് മോശമാണ് കേട്ടോ. അവിടെ എന്ന് വെച്ചാൽ എല്ലായിടത്തും മോശമാണ്, കാരണം പണി നടക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അതേ ഇങ്ങനെ നടന്ന് കുറച്ച് തണൽ മരങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും 12 മണി സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും അവിടെ ഒരു മന്നം മെമ്മോറിയൽ NSS കോളേജ് ഉണ്ട്. ആ കോളേജിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ആണ് കേട്ടോ നമ്മുടെ ലോ കോളേജ് വരുന്നത്. അങ്ങനെ ഇതേ ഇങ്ങനെ കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് പാരൻസ് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല. ദൂരെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ളവരുടെ പാരൻസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ലച്ചുവിൻ്റെ കോളേജ്. ആ ഒരു കോമ്പൗണ്ടിൽ ഈ ഒരു കോളേജ് അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ സാധാരണ കോളേജ് പോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല. ഈ ഒരൊറ്റ ബിൽഡിങ് മാത്രമേ ഉള്ളൂ. അതിനകത്തേക്ക് കയറി ചെന്ന് നമ്മൾ മൂട്ട് റൂമിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കോടതിയുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ അതിനകത്ത് കയറുമ്പോൾ. അപ്പോൾ അവിടെ എടുക്കാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ്ട്. അപ്പോൾ പാരൻസൊക്കെ വന്നുകൊണ്ടിരിപ്പുണ്ട്. ഞാനും അവിടെ ഒരു സീറ്റിൽ ചെന്നിരുന്നു. പിന്നെ PTA മീറ്റിംഗ് ഒക്കെ നടന്നു കേട്ടോ. മീറ്റിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. കുറേ നേരം സംസാരിച്ചു. ലച്ചൂട്ടിന് ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മാർക്കും കാര്യങ്ങളും ഒക്കെ വാങ്ങി. അപ്പോൾ ലച്ചൂട്ടിന് കുറേ ദിവസം ആബ്സെൻ്റ് ഒക്കെ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ആബ്സെൻ്റ് ആവാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന് വന്നിട്ട് ഒരു ചെറിയൊരു ബേക്കറിയിൽ കയറിയിട്ട് നമുക്ക് നല്ല വിശപ്പും നല്ല ദാഹം ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരു മുട്ട പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചിട്ടും കഴിച്ചു തുടങ്ങി. അപ്പോൾ എനിക്കുള്ള മുട്ട പപ്സ് കണ്ടിട്ടായിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് ഷേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ കഴിക്കുകയാണേ. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഡയറ്റ് ഒന്നും നോക്കുന്നില്ല. കാരണം ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് എനിക്കൊന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡയറ്റൊക്കെ 2 ദിവസമായിട്ട് മറന്നിരിക്കുകയാണ്. ഫുൾ ഉറക്കവും ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുക, ഇതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി തിരിച്ച് ആറ്റിങ്ങിൽ ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു പോവുകയാണേ. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ, നമ്മളെ വണ്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ നടന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലൂടെയുള്ള വഴിയിൽ ഇങ്ങനെ കയറി നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ വണ്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. വണ്ടിയിൽ കയറി നമ്മളിങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ മമ്മിയുടെ അടുത്താണ് കേട്ടോ വന്നത്. ഗോതൂട്ടിനെ അവിടെ ഇറങ്ങാനായിട്ട് വണ്ടിയിൽ ഡ്രൈവറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിലൊക്കെ അടിച്ച് ആകെ ഫേസൊക്കെ ടാനടിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്ര തന്നെയുള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ലച്ചൂടൻ ഫേസ് തരാതെ കണ്ണും പൊത്തിയിരിക്കുന്നുണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.